അഴിമതിയുടെ കാര്യത്തിൽ മുരാരി ബാബു സുകുമാരൻ നായരുടെ യഥാർത്ഥ ശിഷ്യനാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ആസ് ഏർലി ആസ് പോസിബിൾ തീർക്കണമെന്ന് പറഞ്ഞ കേസ് വിധി വന്നതിന് ശേഷം 57 പ്രാവശ്യമാണ് മാറ്റിവെച്ചത് എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം മുരാരി ബാബുവിന് നഷ്ടപ്പെട്ടത് ചുണ്ടിനും കപ്പിനും ഇടയിലാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റൊന്ന് മുരാരി ബാബുവിനെയും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മുരാരി ബാബുവിന് ഒരു ഗോഡ് ഫാദറേ ഉള്ളൂ. അത് മറ്റാരുമല്ല, സർവശക്തനായ NSS ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ രക്ഷാകർത്തൃത്വത്തിലാണ് മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വളർന്നു വന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു തർക്കമുള്ള കാര്യമല്ല. കാരണം മുരാരി ബാബു അതായത് NSS ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്ന പെരുന്നയിലെ കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ NSS ഹെഡ്ക്വാർട്ടേഴ്സിലെ ജീവനക്കാരിയാണ്. സുകുമാരൻ നായരും മുരാരി ബാബുവുമായുള്ള ബന്ധം വ്യക്തമാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? എന്തായാലും ശരി, മുരാരി ബാബു സുകുമാരൻ നായരെ ഒരു ഭാഗത്ത് നിർത്തി മറുഭാഗത്ത് CI ട്യൂണിൻ്റെ നേതൃത്വവും കൈവശപ്പെടുത്തി ദേവസ്വം ബോർഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറുടെ പദവിയിലാണ് ഇരുന്നത്. അടുത്ത അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാകുക എന്നുള്ളതായിരുന്നു. സത്യത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം മുരാരി ബാബുവിന് നഷ്ടപ്പെട്ടത് ചുണ്ടിനും കപ്പിനും ഇടയിലാണ്. ആ സാഹചര്യത്തിലാണ് ഈ കേസ് വന്നത്. അതല്ലെങ്കിൽ മുരാരി ബാബു രാജിവെക്കുകയും PS പ്രശാന്തിന് ശേഷം പ്രസിഡൻ്റാകുകയും ചെയ്യുമായിരുന്നു. CI2 നേതാവെന്ന നിലയിൽ CPMന് അഭിപ്രായമില്ല. അതുപോലെ തന്നെ സർവശക്തനായ സുകുമാരൻ നായരുടെ പിന്തുണയുമുണ്ട്. അപ്പോൾ മുരാരി ബാബുവിനെ സത്യം പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരു സ്ഥിതിയായിരുന്നു. മുരാരി ബാബുവിന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാകാൻ തടസ്സമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. N. വാസുവിനാകാമെങ്കിൽ പിന്നെ മുരാരി ബാബുവിനായിക്കൂടെ? N. ബാബു കമ്മീഷണറായിരുന്നല്ലോ. അദ്ദേഹത്തിനാകാമെങ്കിൽ മുരാരി ബാബുവിനും അത് ആകാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മുരാരി ബാബുവിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കണം. അദ്ദേഹം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലിരുന്നു. അവിടെ അഴിമതി നടത്തിയതായിട്ട് ആരോപണങ്ങൾ ഉയർന്നു. ചെട്ടികുളങ്ങര എത്തി. അവിടെ അഴിമതി നടത്തിയതായിട്ട് ആരോപണങ്ങൾ ഉണ്ടായി. എന്തായാലും ശരി, അഴിമതിയുടെ കാര്യത്തിൽ മുരാരി ബാബു സുകുമാരൻ നായരുടെ യഥാർത്ഥ ശിഷ്യനാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്. അതുതന്നെയാണ് ഇവരുടെ ഈ കോമ്പിനേഷൻ്റെ യഥാർത്ഥ രഹസ്യവും അതുതന്നെയാണ്. മുരാരി ബാബുവിൻ്റെ സ്വർണ്ണഖനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ അതല്ലെങ്കിൽ ശബരിമല ക്ഷേത്രമോ ആണെങ്കിൽ സുകുമാരൻ നായരുടെ സ്വർണ്ണഖനി നായർ സർവീസ് സൊസൈറ്റിയാണ്. കാരണം ഇവർ നടത്തിയ അഴിമതിയുടെ മെത്തേഡ് ഓഫ് ഓപ്പറാൻഡി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ രണ്ടുപേരും ഒരേ ട്രാക്കിൽ അഴിമതി നടത്തിയ ആളുകളാണ്, മുരാരി ബാബുവും സുകുമാരൻ നായരും. ഞാനിത് പറയാനുള്ള കാരണം, ചേർത്തല NSS കോളേജിനോട് ചേർന്ന് ലക്ഷങ്ങൾ വില മതിക്കുന്ന സിലിക്ക മണലുണ്ട്. ഈ സിലിക്ക മണൽ അനധികൃതമായി ഖനനം ചെയ്തതിന് 4/1/2023 മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് 7,13,161 രൂപ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് പിഴ ചുമത്തി. NSSൻ്റെ ചരിത്രത്തിലാദ്യമാണ് ഒരു NSS ജനറൽ സെക്രട്ടറിയുടെ മുകളിൽ ഒരു സർക്കാർ വകുപ്പ് പിഴ ചുമത്തുന്നത്. ഇത് പിഴ ചുമത്തി കഴിഞ്ഞപ്പോൾ സുകുമാരൻ നായർ നേരെ ഹൈക്കോടതിയിലേക്ക് പോയി അതിൻ്റെ സ്റ്റേ വാങ്ങിച്ചു. അതിൻ്റെ പിന്നിൽ ഒരു കള്ളത്തരത്തിൻ്റെ ചരിത്രമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മുരാരി ബാബുവിൻ്റെ ചെമ്പുപാളി സ്വർണ്ണപ്പാളിയാക്കിയതും ഈ മണൽ ഖനനമൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സത്യത്തിന് ഈ മണൽ ഖനനം നടത്താൻ സുകുമാരൻ നായർ തന്നെ NSS എക്സിക്യൂട്ടീവ് കൗൺസിൽ പോലും അറിയാതെ ഒരാളുമായിട്ട് എഗ്രിമെൻറ്റ് ചെയ്തു. ഈ എഗ്രിമെൻ്റ് മറച്ചു വെച്ചുകൊണ്ടാണ് മണൽ
മോഷണം പോയി എന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഈ പിഴ ചുമത്തിയ നടപടിക്ക് എതിരെ സുകുമാരൻ നായർ സ്റ്റേ വാങ്ങിച്ചത്. ഇവിടെ 2 കുറ്റകൃത്യമാണ് ഒരേ സമയം സുകുമാരൻ നായർ ചെയ്തത്. ഒന്ന്, അനധികൃതമായി മണൽ ഖനനം ചെയ്തു. 2, ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ വസ്തുതകൾ മറച്ചു വെച്ച് കേസിന് സ്റ്റേ വാങ്ങിച്ചു. അപ്പോൾ സുകുമാരൻ നായർ കേസിനെ സമീപിക്കുന്ന അല്ലെങ്കിൽ സുകുമാരൻ നായർ സർവീസ് സൊസൈറ്റിയെ എങ്ങനെയൊക്കെ കൊള്ളയടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണമാണ് ഞാനിത് പറഞ്ഞത്. ഇതുമായിട്ട് വലിയ വ്യത്യാസമില്ല. മുരാരി ബാബു ചെമ്പ് കേസിലായാലും ശരി, 7.5 പൊന്നാനയുടെ കാര്യത്തിലായാലും ശരി, മുരാരി ബാബു നടത്തിയ പ്രവർത്തനവും സുകുമാരൻ നായർ നടത്തിയ പ്രവർത്തനവുമായിട്ട് നോക്കുമ്പോൾ വളരെ കൂടുതൽ നമുക്ക് സാദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സുകുമാരൻ നായർ അനധികൃതമായിട്ടാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരുന്നതെന്നും, കാരണം നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് അനുസരിച്ച് എല്ലാ കരയോഗം പ്രതിനിധികൾക്കും വോട്ടവകാശം നൽകണമെന്നും കാണിച്ച്, അതോടൊപ്പം തന്നെ ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇല്ലാത്ത ആളുകൾ NSSൻ്റെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കാൻ പാടില്ലെന്നും, അങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ അയോഗ്യരാക്കണമെന്നും കാണിച്ചും 1-2 കേസുകൾ ഹൈക്കോടതിയിലുണ്ട്. പിന്നീട് ഈ കേസ് മാറ്റിവെച്ചത് 57 പ്രാവശ്യമാണ് മാറ്റിവെച്ചത്. ഈ മാറ്റിവെപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിലവിലുള്ള നിയമം കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സിവിൽ പ്രൊസീജിയർ കോഡ് ഓർഡർ നമ്പർ 17 റൂൾ 1 അനുസരിച്ച് 3 പ്രാവശ്യത്തിലധികം ഒരു കേസ് അഡ്ജൺ ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റിവെക്കാൻ പാടില്ല എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അഡ്ജൺമെൻറ്റിനെ തന്നെ നീതിന്യായ വ്യവസ്ഥയെ ബാധിച്ച ഒരു ക്യാൻസർ ആണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഈ ഓർഡർ നിലനിൽക്കുമ്പോഴാണ് സുകുമാരൻ നായരുടെ കേസ് 57 പ്രാവശ്യം മാറ്റിവെച്ചത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, സുകുമാരൻ നായർ ഒരു നിസ്സാരക്കാരനല്ല. ആ സുകുമാരൻ നായർ മുരാരി ബാബുവിനെ രക്ഷിക്കാൻ ഇറങ്ങിയാൽ അതിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ മുരാരി ബാബു ചെയ്തതുപോലെ തന്നെ മറ്റൊരു പരിപാടിയാണ് സുകുമാരൻ നായരും ചെയ്തിരിക്കുന്നത്. കന്യാകുമാരിയിലെ നായർ സർവീസ് സൊസൈറ്റിക്ക് വലിയ പൊന്നിൻ്റെ വില കിട്ടുന്ന 27 സെൻറ്റ് സ്ഥലമുണ്ട്. ഉദയവും അസ്തമയവും കാണാൻ കഴിയുന്ന കന്യാകുമാരിയിലെ ചുരുക്കം ഒരു പ്ലോട്ടിലൊന്നാണ് ഈ 27 സെൻറ്റ് സ്ഥലം NSSൻ്റെ. അത് NSSൻ്റെ ഗസ്റ്റ് ഹൗസും ആ ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിൽ മന്നത്ത് പത്മനാഭൻ്റെ ഒരു പ്രതിമയൊക്കെ സ്ഥാപിക്കാൻ വെച്ചിരുന്ന ആ സ്ഥലമാണ്. ആ സ്ഥലം അദ്ദേഹം വിറ്റ് കളഞ്ഞത്, പ്രമാണത്തിൽ കാണിച്ചിരിക്കുന്ന തുകയാണ് ഞാൻ പറഞ്ഞത്, 8 ലക്ഷം രൂപയ്ക്കാണ്. സെൻറ്റിൽ 8 ലക്ഷം രൂപയ്ക്ക്. ആലോചിച്ച് നോക്കണം, കന്യാകുമാരിയിൽ 8 ലക്ഷം രൂപയ്ക്ക് സ്ഥലം കിട്ടുമോ? പ്രമാണത്തിൽ കാണിച്ചിരിക്കുന്ന വില മാത്രമാണ് ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ അറിയാം, മുരാരി ബാബു ചെയ്തതിൻ്റെ പോലെ മറ്റൊരു മാനിപ്പുലേഷനാണ് സുകുമാരൻ നായരും ചെയ്തിരിക്കുന്നത്. ഒന്ന് കന്യാകുമാരിയിലാണ്, മറ്റു ചില കാര്യങ്ങൾ മുരാരി ബാബു ചെയ്ത് ചെട്ടികുളങ്ങരയോ അതല്ലെങ്കിൽ ഏറ്റുമാനൂരോ ആയിരിക്കും എന്നുള്ളതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സുകുമാരൻ നായർ എന്ന് പറയുന്ന ഒരാൾ നിയമത്തിന് പോലും അതീതനായിട്ട് മാറുകയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോയാലേ തെറ്റ് പറയാൻ പറ്റുമോ? ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചു നോക്കി അറിയാം, കരയോഗങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സുകുമാരൻ നായർ രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും കുലുക്കമുണ്ടോ? NSSൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനറൽ സെക്രട്ടറിയെ വളരെ മോശമായി അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കരയോഗം, ആ കരയോഗ കെട്ടിടത്തിൻ്റെ മുന്നിൽ ഹൈവേയുടെ സൈഡിൽ ബോർഡ് വയ്ക്കുന്നത്. കുമ്പഴ ഭാരതകേസരി NSS കരയോഗക്കാർ കുമ്പഴ പത്തനംതിട്ട റോഡിൻ്റെ സൈഡിൽ വെച്ച വലിയൊരു കട്ടൗട്ടറിൽ എഴുതി വച്ചിരിക്കുന്ന തലവാചകം തന്നെ ഇറങ്ങിപ്പോടാ സുകുമാര എന്നാണ്. എത്ര കഷ്ടമാണ് NSS ജനറൽ സെക്രട്ടറിയെ അങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യപ്പെടാൻ അർഹനായ ഒരാൾ നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയുടെ കസേരയിലേക്ക് എത്തുന്നത് എത്ര നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള നിയമമോ അല്ലെങ്കിൽ കരയോഗങ്ങളുടെ പ്രതിഷേധമോ ഇതൊന്നും സുകുമാരൻ നായർക്ക് പ്രശ്നമല്ല. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ മാനിപ്പുലേറ്റർ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ സുകുമാരൻ നായരാണോ എന്ന് സംശയിച്ചു പോകുന്നതിൽ തെറ്റൊന്നുമില്ല. സുകുമാരൻ നായർ ഇപ്പോഴ് ഗിന്നസ് ബുക്കിലേക്കുള്ള യാത്രയിലാണ്. എല്ലാത്തിനും അതീതനായി സുകുമാരൻ നായർ നിലനിൽക്കാൻ കഴിയുന്നു. എല്ലാത്തിനെയും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നു.
അങ്ങനെ നോക്കുമ്പോൾ സുകുമാരൻ നായരെ ഒരു നിസ്സാരക്കാരനായിട്ട് കാണാൻ പറ്റില്ല. സുകുമാരൻ നായർ മുരാരി ബാബുവിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയാൽ എന്നാണ് ഞാൻ പറഞ്ഞത്, ഇറങ്ങിയാൽ മുരാരി ബാബു സംരക്ഷിക്കപ്പെടും എന്നുള്ള നിലയിലാണ് ഇതുവരെയുള്ള സുകുമാരൻ നായരുടെ ട്രാക്ക് റെക്കോർഡ് കാണിക്കുന്നത്. എന്തായാലും ശരി, മുരാരി ബാബു എന്ന് പറയുന്ന ആൾ അത്ര നിസ്സാരക്കാരനല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ സുകുമാരൻ നായരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.